മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, മുൻ ചീഫ് സെക്രട്ടറി കെ. എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. നിലവിൽ അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോഴും മാഷ്ക്ക് അറിയാം, ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, മാത്രമല്ല കിഫ്ബിയുടെ CEO-യുമാണ്. അപ്പോൾ 2018 ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇപ്പോഴാണ് അതിലൊരു ഹൈക്കോടതിയിൽ അന്വേഷണമാകാം എന്നുള്ള അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി വരുന്നത്. സത്യത്തിൽ ഇത്രയേറെ പ്രിയങ്കരനായ KM എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു CBI അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും ഈ പിണറായി വിജയന്റെ കരിയറിലെ ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരാജയം എന്നൊന്നും ഇനി പറയുന്നതിൽ അർത്ഥമില്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെയും പോലീസ് സർവീസിലെയും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസിനെയും മോസ്റ്റ് കറപ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെയും സംരക്ഷിക്കുന്ന ഒരാളായിട്ട് പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കൂ. ടോമിൻ ജെ തച്ചങ്കരി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് രണ്ട് മുഖ്യമന്ത്രിമാര് സസ്പെൻഷൻ കൊടുത്തതാണ്. ഒന്ന് VS അച്യുതാനന്ദനും മറ്റൊന്ന് ഉമ്മൻചാണ്ടിയും. പക്ഷെ ആ ഉദ്യോഗസ്ഥന് യാതൊരു പോറലും കൂടാതെ കൂളായിട്ട് തിരിച്ചു വന്ന് എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി സർവീസിൽ നിന്ന് പിരിയാൻ അവസരം കൊടുത്ത് പിണറായി വിജയനാണ്. കേരള പോലീസിലെ ക്രിമിനൽ എന്നാണ് അദ്ദേഹം, ഒരു ക്രിമിനൽ ഓഫീസർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. മലയാള സിനിമയിൽ ഈ പറയുന്ന എല്ലാ പൈറസി ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളും അദ്ദേഹത്തിൻ്റെതായ പങ്കുണ്ട്. തെളിയിക്കപ്പെട്ടോ കേസുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, അദ്ദേഹം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ VS അച്യുതാനന്ദൻ തീർച്ചയായിട്ടും CPM-ന്റെ തൊട്ടു മുമ്പുള്ള മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. VS-ൽ നിന്ന് പിണറായിക്കുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, VS പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലൊന്നും സ്വന്തമായി ഒന്നും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്താൽ അത് മുക്കിപ്പോവുകയില്ല, അല്ലെങ്കിൽ അത് ആരോടെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഒത്തുതീർപ്പാക്കി കാശുണ്ടാക്കുകയില്ല. അതൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് VS-ന് ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയത്. രണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, തന്റെ കൂടെയുള്ള കേരള സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏത് തലതൊട്ടപ്പൻ തൊട്ട് താഴെയുള്ളവരിൽ ആരൊക്കെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ അല്ലാത്തവർ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മൂന്നാർ ഓപ്പറേഷനൊക്കെ VS-ന് നടത്താൻ പറ്റിയത്. മൂന്നാർ ഓപ്പറേഷനിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട 3 പേർ എക്കാലത്തും കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എണ്ണിയെടുക്കാവുന്ന പേരാണ്. അതല്ലാത്ത ആര് പോയിരുന്നെങ്കിലും അന്ന് മണിയാശാൻ ഉൾപ്പെടെയുള്ള ഭീകരന്മാർ അവിടുന്ന് ആട്ടി ഓടിക്കുമായിരുന്നു അവരെ. വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ ഈ 3 പൂച്ചകളെ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണ്. അതാണ് VS-ഉം പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും പാർട്ടിയല്ലേ, ഒരേ പാർട്ടിയല്ലേ, CPM-ന്റെ നേതാക്കളല്ലേ, പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നില്ല, ഇതൊക്കെ പറയാം. പക്ഷെ മനുഷ്യൻ, വ്യക്തി എന്ന നിലയിൽ വലിയ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയും വ്യക്തിയല്ല പ്രധാനം, പ്രസ്ഥാനമാണ്. അല്ല, വ്യക്തി പ്രസ്ഥാനം പോലെ പ്രധാനമാണ്. അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ആശയത്തെ ജനമധ്യത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ CPM എങ്ങനെയാണ് ശക്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ സിദ്ധാന്തം കൊണ്ട്, EMS-നെ പോലുള്ള മഹാരഥന്മാരുടെ സിദ്ധാന്തം കൊണ്ട് മാത്രമല്ല, AKG ഉൾപ്പെടെയുള്ള വലിയ മനുഷ്യസ്നേഹികളുടെ പ്രയോഗം കൊണ്ടുകൂടിയാണ്. രണ്ടും വളരെ പ്രധാനമാണ്. പിണറായി വിജയന്റെ കാലത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് അപകടം, ഏറ്റവും കറപ്റ്റായ ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ. നമ്മുടെ മറ്റേ കേസില്, സ്വപ്ന സുരേഷിന്റെ കേസിലെ ശിവശങ്കർ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പലരോടും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ്, കേരളത്തിൽ കറപ്റ്റായ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഗോഡ് ഫാദറെയാണ്, ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഗോഡ് ഫാദർ പിണറായി വിജയനാണെന്ന്. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പങ്ക്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ന്യായമായ പങ്ക് പോലും പറ്റാൻ പോലും പറ്റാത്ത വിധം അത്രയും കഴിവുകെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. നക്കാപ്പിച്ച ചെറിയ സൗകര്യങ്ങൾ കൊടുത്താൽ മതി, വൻതോതിൽ വലിയ പങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ കൊമ്പൻ സ്രാവുകൾക്ക് വെട്ടിപ്പോകാൻ പറ്റും. ചെറിയ പങ്ക് കൊടുത്തു സമാധാനിപ്പിച്ചാൽ മതി, തണുപ്പിച്ചാൽ മതി അദ്ദേഹത്തെ. അതാണ് സംഭവിക്കുന്നത്. KM എബ്രഹാമിന്റെ ഏറ്റവും നല്ല പ്രതീകമാണ്. ഒന്ന്, നമ്പർ 1, അദ്ദേഹം സർവീസിലിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡാണ് എന്താണെന്ന് അറിയാൻ ഈ കണ്ട വിജിലൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയന് പറ്റിയില്ലല്ലോ. പിന്നെയും എന്തുകൊണ്ട് ഇന്നും അദ്ദേഹം ഈ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളുടെ പദവിയിലിരിക്കുന്നു, കിഫ്ബിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയിലിരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ആരാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കുറ്റവാളികളായ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞു പിടിച്ച് കൂടെ നിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾ. ഇതിൽ ആരാണ് പിണറായി വിജയൻ എന്ന് മാത്രമേ
എന്ന് മാത്രമേ നമുക്ക് തീരുമാനിക്കാനുള്ളൂ. കെ എം എബ്രഹാമിന്റെ പേരിൽ അത് മാത്രമല്ല, ഇനി ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് CBI പറഞ്ഞിരിക്കുന്നത്. സർവീസിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്ത പോസ്റ്റിങ്ങുകളെ കുറിച്ചൊക്കെ നടപടിയാണെന്ന് നോക്കട്ടെ, ഒന്ന് അന്വേഷണം നടത്തി നോക്കട്ടെ. അപ്പൊ അറിയാം കെ എം എബ്രഹാം ആരാണെന്ന്. പിണറായി വിജയന്റെ കാലത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും കറപ്റ്റ് അല്ലേ എന്ന്? കറപ്റ്റ് അല്ലാത്ത ഏത് ഉദ്യോഗസ്ഥനെ ചൂണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും? പക്ഷേ അതുപോലെ തന്നെയല്ല അദ്ദേഹത്തിന്റെ മാഷ് പറഞ്ഞതുപോലെ അതായത് കുറ്റവാസനയുള്ള ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തി അദ്ദേഹത്തിൻ്റെതായ സാമ്പത്തിക താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അതല്ലേ കൂടുതൽ ചേരുക. ഇതിപ്പോ അട്ടിമറിക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കാം ഒരു പക്ഷേ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുക? സത്യത്തിലെ എല്ലാ ഗവൺമെന്റുകളും ഇപ്പോ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് വേണ്ടിയെങ്കിലും അഴിമതി നടത്തുകയും ഭരണകൂടത്തിന്റെ പദ്ധതികളിൽ നിന്ന് കമ്മീഷൻ പറ്റുകയും ചെയ്യാത്ത മുഖ്യമന്ത്രിമാർ കേരള ചരിത്രത്തിൽ അപൂർവമാണ്. ഒരുപക്ഷെ ഒരു EMS അച്യുതമേനോനൊക്കെ കാണുമായിരിക്കും, 1-2 പേര്. പുതിയ കാലത്ത് ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർക്കൊക്കെ കൃത്യമായ ഒരു സുതാര്യത ഉണ്ടായിരുന്നു. ഒരു പദ്ധതിയിൽ നിന്ന് എത്ര കോടിയാണ് കമ്മീഷൻ വന്നത്, അതിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ന്യായമായും അത് വീതം വെച്ച് കിട്ടേണ്ടത് ആർക്കൊക്കെയാണ് എന്ന് വീതിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മേജർ പങ്ക് ഒരിക്കലും ഉദ്യോഗസ്ഥന്മാർ വെട്ടിപ്പോയിരുന്നില്ല. പിണറായി വിജയന്റെ ഒക്കെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാലത്ത് അങ്ങനെയാണ് മേജർ പങ്ക്. പക്ഷേ ഇപ്പൊ സംഭവിക്കുന്നത് ഈ കാളക്കൂറ്റന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഏറിയ പങ്കും വിഴുങ്ങുകയും അവർ രാജ്യം മുഴുവൻ സമ്പത്തുണ്ടാക്കുകയും ഇന്ത്യക്ക് പുറത്ത് വലിയ തോതിൽ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് അവരുടെ നിഴലാക്കി നിർത്തി, മറയാക്കി നിർത്തി പിണറായി വിജയന്റെ കസേര ചുവട്ടിൽ ഇരുന്ന് അഴിമതി നടത്തുന്നവർ പിണറായി വിജയനേക്കാൾ എത്രയോ മടങ്ങ് കോടികൾ സമ്പാദിക്കുന്നു. അപ്പൊ ഒരു ചെറിയ തുണ്ട് നാവൽ വെച്ചു കൊടുത്താൽ പിണറായി വിജയന് സമാധാനമാവും. അതുകൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ട് അഴിമതിയുടെ അളവ് പോലും, അതിന്റെ വോള്യം പോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരാളാണ് എന്നതാണ് ചരിത്രം പിണറായി വിജയനെ കുറിച്ച് വിലയിരുത്തുക. അല്ലാതെ അഴിമതിക്കാരൻ എന്ന പേരല്ല. കഴിവുകെട്ട അഴിമതിക്കാരൻ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നടത്തിയ അഴിമതിയുടെ ഒരു ചെറിയ പങ്കേ അദ്ദേഹത്തിന് അനുഭവിക്കാൻ യോഗമുണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തെ പറ്റിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചെവി നിന്ന് ജീവിച്ച ആളുകൾ വലിയ പങ്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല അഴിമതിക്കാരൻ പോലും അല്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയനെ കുറിച്ച് കേരളം പറയും. ഓക്കെ, നന്ദി.